Hello children, welcome to Kids Area Online. Kids Area Online ഒന്നാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസ് ട്യൂഷൻ നൽകുന്നുണ്ട്. വൈകുന്നേരങ്ങളിലാണ്. സൂമിൽ ലൈവ് ക്ലാസ് ആണുള്ളത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അതുപോലെ LKG UKG ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. സ്പെഷ്യൽ കോഴ്സസ് ഉണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവിടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9746487799. Okay children, class 1 integration episode 3 മൂന്നാമത്തെ എപ്പിസോഡ് വന്നിരിക്കുകയാണ്. ഇതിനു മുൻപുള്ള എപ്പിസോഡ്സ് എല്ലാം കണ്ടല്ലോ, പഠിച്ചില്ലേ? ഓക്കെ, നമുക്ക് എപ്പിസോഡ് 3യിലേക്ക് പോകാം. മൂന്നാമത്തെ എപ്പിസോഡ് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് അറിയാവോ? സദ്യയിൽ എന്തൊക്കെ. സദ്യയിൽ എന്തൊക്കെ എന്തൊക്കെ നിങ്ങൾ സദ്യയിൽ കണ്ടിട്ടുണ്ട്? ആലോചിച്ചെന്ന് പറഞ്ഞേ. ആദ്യം എന്താണ് ഉണ്ടാവുക? അച്ചാറുകൾ വയ്ക്കും. കണ്ടിട്ടുണ്ടോ? അച്ചാറുകൾ വയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? അച്ചാറുണ്ടാവും. എന്നിട്ടോ ഉപ്പേരി ഉണ്ടാകും. വേറെ എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം? പപ്പടം ഉണ്ടാകത്തില്ലേ? പപ്പടം. പപ്പടം ഉണ്ടാകും. വേറെ പഴം പായസം കുടിക്കാനായിട്ട് പഴം വയ്ക്കത്തില്ലേ? പഴം ഉണ്ടാകും. വേറെ എന്താ ഉണ്ടാവുക? ഏതൊക്കെ കറികൾ തരും? പരിപ്പ് തരും, സാമ്പാർ തരും, രസം തരും, മോര് തരും, തരില്ലേ? ഇനി വേറെ എന്തൊക്കെയാ തരിക? ഏതൊക്കെ അച്ചാറാ തരിക? നെല്ലിക്ക അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, മാങ്ങയുണ്ട്, ഇഞ്ചിയുണ്ട്. ഓർമ്മ കിട്ടിയില്ലേ? ഇതൊക്കെ നിങ്ങൾ കഴിക്കാറുണ്ടോ? സദ്യ കഴിക്കുമ്പോൾ കഴിക്കില്ല? ഇല്ല. ഏതാ കഴിക്കുക? ഉപ്പേരി കഴിക്കോ? പഴം കഴിക്കോ? പപ്പടം കഴിക്കോ? ഇനി പ്രധാനമായിട്ടും ചോറ് വേണ്ടേ സദ്യക്ക്? ചോറ് വേണം. കണ്ടോ? ചോറ് കണ്ടോ? ചോറ് വേണം. ചോറ് എന്തായാലും നിങ്ങൾ കഴിക്കുമല്ലോ. ഈ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ അവസാനം എന്താ തരിക? നല്ല ടേസ്റ്റി, നല്ല മധുരമുള്ള എന്താ? പ്രഥമൻ, പായസം തരും. പ്രഥമൻ തരും അല്ലേ? ചില സ്ഥലങ്ങളിൽ 3 പായസം വരെ ഉണ്ടാകാറുണ്ട്. നിങ്ങളുടെ സ്ഥലങ്ങളിലോ എത്ര പായസം തരും? അടയുണ്ട്, പരിപ്പുണ്ട്, സേമിയുണ്ട്. ഇതൊക്കെ തരാറുണ്ടോ? ചില സ്ഥലങ്ങളിലോ സേമിയോടൊപ്പം ബോളി കൊടുക്കും. കണ്ടിട്ടുണ്ടോ? നെയ്യ് ഒഴിക്കും. കണ്ടിട്ടുണ്ടോ? നെയ്യ് ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? യെസ്. ഇനി അവിയൽ ഉണ്ടാകും. അവിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അവിയൽ ഉണ്ടാകും. വേറെയോ? കൂട്ടുകറി ഉണ്ടാകും. ഓലൻ, കാളൻ, പച്ചടി, കിച്ചടി, ഇങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടാവും അല്ലേ? അതാണെന്ന് നമ്മൾ പഠിക്കുന്നത്. സദ്യയിൽ എന്തൊക്കെ. നിങ്ങൾ കഴിച്ചിട്ടുള്ള സദ്യയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഇപ്പൊ നിങ്ങൾക്ക് എഴുതിക്കൂടെ എന്തൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന് സദ്യയിൽ? ഇവിടെ നോക്കിയേ, ഇവർ കഴിച്ച സദ്യയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് അറിയാവോ? പഴം, പപ്പടം, ഉപ്പേരി, പച്ചടി, കിച്ചടി, അച്ചാർ, ഓലൻ, കാളൻ, സാമ്പാർ, പരിപ്പ്, രസം, മോര്, ചോറ്, നെയ്യ്, നാരങ്ങ, പ്രഥമൻ, ബോളി, സേമിയ. ഇന്നൊക്കെ അവിയൽ എഴുതാലോ. അവിയൽ. കൂട്ടുകറി എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ നിങ്ങൾ സദ്യ കഴിക്കുമ്പോൾ എന്തൊക്കെ കഴിച്ചിട്ടുണ്ട് അത് ഓർമ്മിച്ചു വെച്ചിരിക്കുമല്ലോ. എഴുതാനായിട്ട് പഠിക്കുമല്ലോ. സാമ്പാർ എന്നിങ്ങനെ എഴുതണം. പരിപ്പ്, രസം, മോര്, ചോറ്, പഴം, പപ്പടം, ഉപ്പേരി, പച്ചടി, കിച്ചടി, അച്ചാർ, പായസം. ഇതൊക്കെ നിങ്ങൾ എഴുതാൻ പഠിക്കില്ലേ? എഴുതാൻ പഠിക്കും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവാട്ടോ. സദ്യയിൽ എന്തൊക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. എല്ലാ എപ്പിസോഡ്സും മറക്കാതെ കാണുക കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.